പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SCERT-യിൽ നിന്ന് എടുത്തിട്ടുള്ള ചില ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കെമിസ്ട്രി ചോദ്യോത്തരങ്ങളാണ്. കെമിസ്ട്രിയിൽ ഏറ്റവും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതും നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള ചോദ്യങ്ങളാണിവ. ഇനി വരാൻ പോകുന്ന 10th മെയിൻസ് എക്സാമുകൾക്ക് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾ ഉപകാരപ്പെടും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ചോദ്യം, ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയുന്നു? ചോദ്യം ശ്രദ്ധിക്കുക. ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളെ എന്തു പറയുന്നു? ഉത്തരം, ഇതൊരുപാട് തവണ എക്സാമുകളിൽ ചോദ്യമായിട്ട് വന്നതാണ്. ഉത്തരം എന്താണ്? ഉത്തരം ഐസോടോപ്പുകൾ. അപ്പോ ഒരേ അറ്റോമിക നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആണ് ഐസോടോപ്പുകളുടെ പ്രത്യേകത. അപ്പൊ എന്താണ് അറ്റോമിക നമ്പർ, എന്താണ് മാസ് നമ്പർ എന്നുള്ള കാര്യം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞു തരാം. അപ്പോ ഒരു മൂലകത്തെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതിന്റെ പ്രതീകം എഴുതും. അതിന്റെ മുകളിലായിട്ട് എഴുതുന്ന ഈ നമ്പറിനെ നമ്മൾ എന്ത് പറയും? മാസ് നമ്പർ എന്ന് പറയും. ഈ നമ്പറിനെ മുകളിലായിട്ട് എഴുതുന്ന നമ്പറിനെ നമ്മൾ മാസ് നമ്പർ എന്ന് പറയും. അപ്പോ ഇവിടെ 1 ആണ് പ്രോട്ടിയത്തിന്റെ മാസ് നമ്പർ. ഇനി താഴെ എഴുതിയിട്ടുള്ളത് അറ്റോമിക നമ്പർ ആണ്. അപ്പൊ മുകളിൽ എഴുതുന്ന നമ്പർ മാസ് നമ്പറും താഴെ എഴുതുന്നത് അറ്റോമിക നമ്പറും ആണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് ഹൈഡ്രജന്റെ 3 ഐസോടോപ്പുകളാണ്. ഒന്നാമത്തെ ഐസോടോപ്പിന്റെ പേര് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. അപ്പൊ ഈ ഐസോടോപ്പിൽ നോക്കുന്ന സമയത്ത് മുകളിലെ നമ്പറുകൾ മാത്രമാണ് വ്യത്യസ്തം. താഴെ എഴുതിയിട്ടുള്ള നമ്പറുകൾ സെയിം ആണ്. അതായത് ഒരേ അറ്റോമിക നമ്പറാണ് ഈ 3 ഐസോടോപ്പുകൾക്കും. പക്ഷെ എന്താണ് വ്യത്യസ്തത? 3 പേർക്കും 3 മാസ് നമ്പറുകളാണ്. പ്രോട്ടിയത്തിന് 1ഉം ഡ്യൂട്ടീരിയത്തിന് 2ഉം ട്രിഷിയത്തിന് 3ഉമാണ്. അപ്പൊ വ്യത്യസ്ത മാസ് നമ്പർ ആണ് ഒരേ അറ്റോമിക നമ്പറുമുള്ള ഒരേ മൂലകത്തിന്റെ, ഹൈഡ്രജന്റെ ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ആറ്റങ്ങളാണ് എന്ത്? ഐസോടോപ്പുകൾ. അപ്പൊ ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ കൂടി പഠിക്കുക. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഘനജലത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഘനജലത്തിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോടോപ്പ് ഏതാണ്? ഉത്തരം നമ്മൾ പഠിച്ചതേ ഉള്ളൂ. ഹൈഡ്രജന്റെ ഐസോടോപ്പുകൾ അതിൽ ഡ്യൂട്ടീരിയം ആണ് നമ്മൾ ഘനജലത്തിൽ ഉപയോഗിക്കുന്നത്. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം ഉണ്ട്. അതിൽ ഡ്യൂട്ടീരിയം ആണ് നമ്മൾ ഘനജലത്തിൽ ഉപയോഗിക്കുന്നത്. ഘനജലം ആണവ നിലയങ്ങളിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കുന്നതിന് ഉപയോഗിക്കുന്ന കാർബണിന്റെ ഐസോടോപ്പ് ഏതാണ്? ഉത്തരം കാർബൺ 14 ആണ്. അപ്പോ ഹൈഡ്രജന് പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ട്രിഷിയം എന്നീ 3 ഐസോടോപ്പുകൾ ഉള്ളത് പോലെ തന്നെ കാർബണിന്റെ 3 ഐസോടോപ്പുകളാണ് കാർബൺ 12, 13, 14. ഈ കാർബൺ 14 നമ്മൾ ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. കാർബൺ 13 എന്ന് പറയുന്നത് വളരെ റയർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതേപോലെ കാർബൺ 12 ആണ് നമ്മൾ കൂടുതൽ കാണപ്പെടുന്നത്. ഭൂമിയിൽ കാണപ്പെടുന്നത് കാർബൺ 12 ആണ്. അപ്പൊ കാർബൺ 13 നമ്മൾ സസ്യങ്ങളുടെ പദാർത്ഥ സംവഹനത്തെ കുറിച്ചൊക്കെ പഠിക്കാനായിട്ടാണ് കാർബൺ 13 ഉപയോഗിക്കുന്നത്. 14 ഫോസിലുകളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്നു. അടുത്ത ചോദ്യം, വ്യാവസായിക പൈപ്പ് ലൈനുകളിൽ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഉത്തരം സോഡിയം 24 ആണ്. സോഡിയം 24 ആണ് വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താൻ ഉപയോഗിക്കുന്നത്. ഇനി അടുത്തത്, അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പ് ഏതാണ്? ഉത്തരം അയൺ 59 ആണ് അനീമിയ നിർണ്ണയിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അനീമിയ നിർണ്ണയിക്കാൻ ഉപയോഗിക്കുന്ന ഐസോടോപ്പാണ് അയൺ 59. ഇവിടെ ഐസോടോപ്പുകളുടെ ഉപയോഗവും ഐസോടോപ്പുകളുടെ പേരും ഇവിടെ പട്ടികയിൽ കൊടുത്തിട്ടുണ്ട്. ഈ പട്ടിക വളരെ ഇമ്പോർട്ടന്റ് ആണ്. അയോഡിൻ 131 നമ്മൾ ഉപയോഗിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിനും പഠനത്തിനുമായിട്ടാണ്, ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നു. നമുക്കറിയാം ഗോയിറ്റർ എന്ന് പറയുന്ന തൈറോയിഡ് ഗ്രന്ഥിക്ക് വരുന്ന രോഗം, ഗോയിറ്റർ എന്ന് പറയുന്ന അവസ്ഥ, അതിന് കാരണം അയഡിന്റെ കുറവാണ്. അയോഡിൻ 131 ഉപയോഗിക്കുന്നത് തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനങ്ങളുടെ പഠനത്തിനും ചികിത്സയ്ക്കുമാണ്. യുറേനിയം 235 ഉപയോഗിക്കുന്നത് ആണവ നിലയങ്ങളിൽ ഇന്ധനമായിട്ട്. കൊബാൾട്ട് 60 ഉപയോഗിക്കുന്നത് ക്യാൻസർ ചികിത്സയ്ക്കും. സോഡിയം 24 വ്യാവസായിക പൈപ്പ് ലൈനുകളിലെ ചോർച്ച കണ്ടെത്താനും അയൺ 59 അനീമിയ നിർണ്ണയിക്കാനുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചേരുംപടിയായിട്ടോ
നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെ എന്തു പറയുന്നു? അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചത് ഒരേ അറ്റോമിക് നമ്പറും വ്യത്യസ്ത മാസ് നമ്പറും ആയിരുന്നു. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഒരേ മാസ് നമ്പറും വ്യത്യസ്ത അറ്റോമിക് നമ്പറുമുള്ള ആറ്റങ്ങളെ എന്തു പറയുന്നു? ഉത്തരം ഐസോബാറുകളാണ്. അപ്പോ താഴെയുള്ള നമ്പർ ആണ് എന്ത്? ഇവിടെ വ്യത്യസ്തം, ഐസോബാറുകൾ. അപ്പൊ കുറച്ച് മൂലകങ്ങളും അവയുടെ പ്രതീകങ്ങളും അറ്റോമിക് നമ്പർ ഇങ്ങനെ തന്നാല് ഐസോബാറുകളെ തിരിച്ചറിയാൻ എന്ത് നോക്കിയാൽ മതി? താഴെയുള്ള നമ്പർ വ്യത്യസ്തമാണോ എന്ന് നോക്കിയാൽ മതി. ഇനി മുകളിലെ നമ്പർ ആണ് വ്യത്യസ്തം, താഴെയുള്ളത് സെയിം ആണെങ്കിൽ ഐസോടോപ്പ്. അങ്ങനെയും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ന്യൂട്രോണുകളുടെ എണ്ണം, ന്യൂട്രോൺ എന്ന് പറയുന്നത് ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ്. ജെയിംസ് ചാഡ്വിക് ആണ് ഇത് കണ്ടെത്തിയത്. അപ്പോൾ ഈ ന്യൂട്രോണുകളുടെ എണ്ണം തുല്യമായ ആറ്റങ്ങളെ എന്തു പേരിലാണ് പറയുന്നത്? ഉത്തരം ഐസോടോണുകളാണ്. അപ്പൊ നമ്മൾ ഐസോബാർ പഠിച്ചു, ഐസോടോപ്പ് പഠിച്ചു, ഐസോടോണുകൾ പഠിച്ചു. അടുത്തത് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ച ശാസ്ത്രജ്ഞൻ ജെ തോംസൺ ആണ്. ജെ തോംസൺ ആണ് ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത്. ആറ്റത്തിന്റെ ചാർജ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ആറ്റത്തിന്റെ ചാർജ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചത് ആരാണ്? ഉത്തരം റദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയ ആളാണ് റദർഫോർഡ്. അപ്പോ ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക റദർഫോർഡ്, പ്ലം പുഡിംഗ് മാതൃക ജെ തോംസൺ. അടുത്ത ചോദ്യം, കനാൽ രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? കനാൽ രശ്മികൾ കണ്ടെത്തിയത് ആരാണ്? കനാൽ രശ്മികളുടെ ചാർജ് നെഗറ്റീവ് ആണ്. ഈ നെഗറ്റീവ് ചാർജിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ കനാൽ രശ്മികളുടെ പ്രസൻസ് ഓഫ് ഇലക്ട്രോൺ ആണ്. ഇലക്ട്രോണിന്റെ സാന്നിധ്യം കൊണ്ടാണ് കനാൽ രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് കിട്ടിയത്. അപ്പൊ ഇത് കണ്ടെത്തിയ ആളുടെ പേരാണ് ഗോൾഡ്സ്റ്റെയിൻ. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? ആധുനിക പീരിയോഡിക് നിയമം എന്താണ്? ഇപ്പൊ രണ്ട് പീരിയോഡിക് നിയമമാണ് പഠിക്കാനുള്ളത്. ഒന്ന് മെൻഡലീഫിന്റെ പീരിയോഡിക് നിയമവും പിന്നെ ഒന്ന് ആധുനിക പീരിയോഡിക് നിയമം. അപ്പൊ ആധുനിക പീരിയോഡിക് നിയമം എന്ന് പറയുന്നത് മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. മൂലകങ്ങളുടെ രാസഗുണങ്ങളും ഭൗതിക ഗുണങ്ങളും അവയുടെ അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ്. അപ്പോൾ എന്തായിരിക്കും മെൻഡലീഫിന്റെ പീരിയോഡിക് നിയമം എന്ന് പറയുന്നത്? ഇതേപോലെയാണ്, പക്ഷെ ഒരു ചേഞ്ച് ഉണ്ട്. എന്തിന്റെ ആവർത്തന ഫലങ്ങളായിരിക്കും? അറ്റോമിക മാസിന്റെ ആവർത്തന ഫലങ്ങളാണെന്നാണ് മെൻഡലീഫ് പറഞ്ഞത്. അപ്പോ അത് തെറ്റാണ്. അറ്റോമിക നമ്പറിന്റെ ആവർത്തന ഫലങ്ങളാണ് എന്ന ബേസിസിലാണ് ആധുനിക പീരിയോഡിക് നിയമവും ഹെൻറി മോസ്ലി കണ്ടുപിടിച്ചത്. അപ്പൊ അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിലെ കുത്തനെയുള്ള കോളങ്ങളെ എന്ത് വിളിക്കുന്നു? കുത്തനെയുള്ള കോളങ്ങളെ എന്ത് വിളിക്കുന്നു എന്നാണ് ചോദ്യം. കുത്തനെയുള്ള കോളങ്ങൾ എന്ന് പറയുമ്പോൾ ഇതുപോലെ എത്ര കോളങ്ങളാണ് പീരിയോഡിക് ടേബിളിൽ ഉള്ളത്? ഉത്തരം 18 കോളങ്ങളാണുള്ളത്. കുത്തനെയുള്ള കോളങ്ങളെ നമ്മൾ ഗ്രൂപ്പുകൾ എന്ന് പറയുന്നു. അപ്പൊ ഉത്തരം ഗ്രൂപ്പാണ്. എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം എന്താണ്? 18 ആണ്. എത്ര ഗ്രൂപ്പുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം 18. കുത്തനെയുള്ള കോളങ്ങളാണ് ഗ്രൂപ്പുകൾ. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരെന്ത്? ആധുനിക പീരിയോഡിക് ടേബിളിൽ 18ാം ഗ്രൂപ്പ് മൂലകങ്ങൾ അറിയപ്പെടുന്ന പേരാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. നമ്മുടെ ഹീലിയവും നിയോണും ആർഗണും ക്രിപ്റ്റോണും സെനോണും ഒക്കെയാണ് ഈ ഉത്കൃഷ്ടവാതകങ്ങൾ അറിയപ്പെടുന്നത്. അപ്പൊ ഇവര് രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കില്ല, ആ കാര്യം ഓർക്കുക. പീരിയോഡിക് ടേബിളിലെ അവസാനത്തെ മൂലകം ഏതാണ്? പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ 118 മൂലകങ്ങളാണുള്ളത്. ഇതിൽ അവസാനത്തെ മൂലകത്തിന്റെ പേര് ഒഗനസൻ ആണ്. OG എന്ന് പ്രതീകം ഒഗനസൻ. 2016 4 മൂലകങ്ങൾ കൂടി നമ്മുടെ പീരിയോഡിക് ടേബിളിൽ ചേർക്കപ്പെട്ടു. ഈ മൂലകങ്ങൾ ഏതൊക്കെയാണ്? 2016 ചേർക്കപ്പെട്ട പുതിയ 4 മൂലകങ്ങളാണ് നിഹോണിയം, മോസ്കോവിയം, ടെന്നസിൻ, ഒഗനസൻ. അപ്പോ 108, 107, 106, 105 അതാണ് ക്രമം. 105, 106, 107, 108 മൂലകങ്ങളാണ്. ഈ 4 മൂലകങ്ങളാണ് ചേർത്തത്. ഞാനിപ്പോ പറഞ്ഞ നമ്പറുകൾ ഇതിന്റെ അറ്റോമിക നമ്പറുകളാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിന്റെ പ്രതീകങ്ങളാണ്. അപ്പോ നിഹോണിയം, മോസ്കോവിയം, ടെന്നസിൻ, ഒഗനസൻ. അടുത്ത ചോദ്യം, ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്ന മൂലകങ്ങൾ എന്താണ് അറിയപ്പെടുന്നത്? ഉപലോഹങ്ങൾ. ഉദാഹരണം സിലിക്കൺ, ജർമേനിയം, ആഴ്സനിക്, ആന്റിമണി തുടങ്ങിയവ ലോഹങ്ങളുടെയും അലോഹങ്ങളുടെയും സ്വഭാവം കാണിക്കുന്നു. അടുത്ത ചോദ്യം, ആധുനിക പീരിയോഡിക് ടേബിളിൽ എത്ര പീരിയഡുകൾ ഉണ്ട്? നമ്മൾ നേരത്തെ പറഞ്ഞു കുത്തനെയുള്ള കോളങ്ങളാണെന്ത്? ഗ്രൂപ്പുകൾ. അത് 18 ഉണ്ട്. ഇനി വിലങ്ങനെയുള്ള നിരകളുണ്ട്. വിലങ്ങനെയുള്ള നിരകൾ. അപ്പൊ ഈ നിരകളെ നമ്മൾ പറയുന്ന പേരാണ് പീരിയഡുകൾ. എത്ര പീരിയഡ് ഉണ്ടെന്നാണ് ചോദ്യം. ഉത്തരം 7 ആണ്. ആധുനിക പീരിയോഡിക് ടേബിളിലുള്ള പീരിയഡുകളുടെ എണ്ണം 7 ആണ്.
ആക്ടിനോയിഡുകൾ എത്രാമത്തെ പീരീഡിലാണ്? ഇപ്പൊ നമ്മൾ പീരിയോഡിക് ടേബിൾ കണ്ടാൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, രണ്ട് നിരകള് താഴെ പ്രത്യേകം പീരിയോഡിക് ടേബിളിന് വേറെ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ അതില് ആ രണ്ടാമത്തെ കോളത്തിലുള്ള രണ്ടാമത്തെ നിരയിലുള്ള ആ മൂലകങ്ങളെയാണ് നമ്മൾ ആക്ടിനോയിഡുകൾ എന്ന് പറയുന്നത്. അവ എത്രാമത്തെ പീരീഡിലാണെന്ന് ചോദിച്ചാൽ അവ 7ാമത്തെ പീരീഡിലാണ്. ഉത്തരം 7ാമത്തെ പീരീഡ്. ഇനി അതിന് മുകളിലായിട്ടുള്ളത് ലാൻഡനോയിഡുകളാണ്, അവ 6ാമത്തെ പീരീഡിലാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. നമുക്ക് കമന്റ് ബോക്സിൽ നിന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ ഇനിയുള്ള വീഡിയോകൾ തയ്യാറാക്കാൻ അത് വലിയ പ്രോത്സാഹനമായിരിക്കും. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.